അച്ഛൻ പലതും പറയും. ഇന്നല്ലേ അവളുടെ ബർത്ത്ഡേ, ഇന്നല്ലേ കൊണ്ടുവരണ്ട്. എന്ത് അതവളെ സർപ്രൈസ് അല്ലേ, പറയാൻ പറ്റുമോ? എന്തിന് നിനക്ക് സർപ്രൈസ് വേണ്ടേ? ഹായ് ഹലോ, ഇന്നേ ജൂലൈ 19 നമ്മുടെ കല്ലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം കല്ലുവിന് ഞാനൊരു സർപ്രൈസ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് അവളെ കാണിക്കാം. അവൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അവൾക്ക് ഒരു ഇത് വേണമെന്ന്. അപ്പം നമുക്ക് അവളൊന്ന് കാണിച്ചിട്ട് അവളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാട്ടാ. അപ്പം അവളെ ഞാൻ വീടിൻ്റെ അകത്ത് നിർത്തിയേക്കാണ് കേട്ടോ. ഞാൻ വിളിച്ചിട്ട് വരാം. ഓക്കെ, എങ്ങനെയുണ്ടല്ലേ? സ്റ്റിയറിംഗ് വെച്ചാ വാ. വാ എന്ത് പറയാ? ആ സാധനം വന്നില്ലേ? അച്ഛൻ പലതും പറയും. ഇന്നല്ലേ അവളുടെ ബർത്ത്ഡേ, ഇന്നല്ലേ കൊണ്ടുവരണ്ട്. എന്ത് അതവളെ സർപ്രൈസ് അല്ലേ, പറയാൻ പറ്റുമോ? എന്തിന് നിനക്ക് സർപ്രൈസ് വേണ്ടേ? സൂപ്പറായാ? ഇഷ്ടപ്പെട്ടാ? കല്ല് 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 കല്ലേ, ഇറങ്ങല്ലേ ഇറങ്ങല്ലേ. നിർത്താണ്ട് വാ, വേക്കോ വേക്കോ. ആ എന്നിട്ട് നിർത്താണ്ട് കടുവാ, നിർത്തരുതട്ടാ. അങ്ങനെ കല്ല് ഡ്രസ്സൊക്കെ മാറിയത് കേക്ക് മുറിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ടാ. മാമ കൊണ്ടുവന്ന ഡ്രസ്സാണ് കല്ലിൻ്റെ. അതെ, നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, വീട്ടിലേക്ക് വേറെ ആരും കേട്ടോ.
അമ്മ അങ്ങനെ പോവേണ്ട. കേക്ക് മുറിക്കലും കഴിഞ്ഞ് ഫുഡ് റെഡിയും കഴിഞ്ഞ് ഇപ്പം അമ്മ പോകാനുള്ള നേരമായി. ഷാജി ബസ് വരണുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഷാജി ബസ്സിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരമായി ഞങ്ങൾ റോട്ടിൽ തന്നെ നിൽക്കണം ബസ് നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അമ്മനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശിവാനി ഇന്ന് ആര് ജയിക്കും? മെസ്സിയുടെ ടീം ജയിക്കോ മറ്റേ ടീം ജയിക്കോ? റൊണാൾഡോ അല്ല വേറെ ടീം. ആര് ജയിക്കും? മെസ്സി ജയിക്കും. ശിവാനിയാണെങ്കിൽ നേരത്തെ ജേഴ്സിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അന്ന് രാത്രി കളിയുള്ളതുകൊണ്ട് നേരത്തെ ജേഴ്സിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ആര് ജയിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബസ് വന്നിട്ടാണ്. അമ്മതേ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു. ഇനി അവിടെ നിന്ന് ബസ് കയറി അമ്മ അഴീക്കോട് പോവും. അങ്ങനെ അമ്മ ബസ്സിലൊക്കെ കയറി വീട്ടിലോട്ട്. നീ കുറച്ചേരം കിടന്നുറങ്ങാന്നുള്ളതിൽ അകത്തോട്ട് കയറി ചെല്ലേണ്ട. പിള്ളേരെയൊക്കെ അകത്തോട്ട് കയറ്റി ഇനി ഞാൻ കുറച്ചേരം കിടക്കും. പിള്ളേർ ഇവിടെ ഇരുന്ന് ജീപ്പും 2 വീലറൊക്കെ ഓടിച്ച് ഇവിടെ നടക്കും. അപ്പം ഞാൻ കുറച്ചേരം കിടക്കട്ടെ. മഴ പെയ്യുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കോ? ഞാൻ അകത്തുണ്ട് കേട്ടാ. കല്ല് വീഴരുത്. മതിയാക്കിയിരിക്കേ. മെസ്സി ജയിക്കും അല്ലേ നമ്മുടെ? കുറച്ച് ദിവസമായിട്ട് ആൾക്ക് ഈ മെസ്സിയുടെയും അർജൻറ്റീനയുടെയും പാട്ടൊക്കെ തന്നെയുണ്ട് പാടിക്കൊണ്ടിരിക്കണം. ഷോപ്പിലോട്ടൊക്കെ 2 വീലറിനൊക്കെ പോകുമ്പോൾ ആൾ ഈ മെസ്സിയുടെ പാട്ടും പാടിയാണ് നടപ്പ്. അപ്പം എപ്പോഴും അതെ, കളിക്കുമ്പോഴും TV കാണുമ്പോഴൊക്കെ ഈ മെസ്സി അർജൻറ്റീന എന്നൊക്കെ തന്നെ പാടിക്കൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ അവരവിടെ ഇരുന്ന് ജീപ്പ് ഓടിക്കട്ടെ, ഞാൻ കുറച്ച് നേരം അകത്ത് പോയി കിടക്കട്ടെ. അപ്പതേ നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടാ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ ബർത്ത്ഡേ വിശേഷങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുഴിമന്തി മേടിക്കാൻ പോയി. ഉച്ചക്കത്തെ ഫുഡ് കുഴിമന്തി ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അതേ പിള്ളേരിപ്പോൾ ഇവിടെ ഇരുന്ന് കളിക്കണം. ഞാൻ ഇനി കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.